ഇന്ന് വന്നിട്ടുണ്ടേ ഒരു കുഴക്കട്ടയായിട്ട് കേട്ടോ, 4 മണി പലഹാരമായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് നാളികേരം ചിരകി വെച്ചിട്ടുണ്ട്. ഇതാ നമുക്ക് ഇനി വേണ്ടത് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 അച്ച് ശർക്കര 2 അച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ വേണ്ട, കുറച്ച് മതി. ഗ്യാസ് ഇതാ ശർക്കര അരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പത്ത് കുറച്ച് വെള്ളം വെക്കണം. മാവ് കുഴയ്ക്കാനാണ്. വെള്ളം തിളച്ച് വരട്ടിട്ടോ. അരിപ്പൊടി 1 ഗ്ലാസ്, ഉപ്പല്ലേ, ഉപ്പ്. വന്നിട്ടുണ്ട്. നമ്മൾ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കായി, ചുക്കും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ ചെയ്യാറ്. ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കേണ്ട ആവശ്യം വന്ന് നമുക്ക് വേഗം എടുക്കാമല്ലോ. പൊടികളൊക്കെ എല്ലാം ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരുപാട് ഒരു 2 മാസമൊക്കെ നമുക്ക് കേടുവരാണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ഉലുവപ്പൊടി അതുപോലെ മറ്റേ ഏലക്കായ പൊടിയൊക്കെ ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ. മാവ് കേട്ടോ കുറച്ച് ശരിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആക്കി ഇതങ്ങനെ ബോൾ പോലെ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതാട്ടോ കൂട്ട് വെച്ച് കൊടുക്കണ്ടേ. ചെറിയ സ്പൂൺ എടുക്കണം കേട്ടോ. ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. നാളികേരം വെച്ചത് കൂടി പോയിട്ടുണ്ട് കേട്ടോ. അതാട്ടോ ഇങ്ങനെ ഞാൻ ബോൾസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ട് സ്റ്റവ് ഓണാക്കി കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. അഥവാ പറ്റി പിടിക്കുകയാണെങ്കിലേ നമുക്കിതെല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് മതിയാവും. 10 മിനിറ്റ് കേട്ടോ ആയിട്ടുണ്ടാവും. ഗ്യാസ് ഓഫാക്കട്ടെ. ചൂടാട്ടോ. 1 മിനിറ്റ് കേട്ടോ. അടിപൊളി കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ 4 മണി ചായ ഇതാട്ടോ, കുഴക്കട്ടി ചായ. അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ബൈ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം.